നമസ്കാരം. ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്ക് ഒരു കാര്യം മനസ്സിലായി. ഒന്നാം വട്ടം കണ്ട സഭയല്ല രണ്ടാം വട്ടം തന്റെ മുന്നിലുള്ളതെന്ന്. ഒന്നാം സഭയുടെ 5 വർഷക്കാലം അധ്യക്ഷ പീഠത്തിൽ ഇരുന്ന് കാട്ടിക്കൂട്ടിയ തോന്നിവാസങ്ങളൊന്നും ഇക്കുറി ചിലവാകില്ലെന്ന് നടപ്പു സഭാ സമ്മേളനത്തിന്റെ ആദ്യ ദിനങ്ങളിൽ തന്നെ ബിർളയെ ബോധ്യപ്പെടുത്തിയിരിക്കുകയാണ് പ്രതിപക്ഷം. 17ാം ലോക്സഭ കൂടിയപ്പോഴൊക്കെ പ്രതിപക്ഷ അംഗങ്ങൾ സംസാരിക്കുമ്പോൾ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളെ മൈക്ക് ഓഫാക്കി നേരിട്ട അതേ തന്ത്രം ഇക്കുറി രാഹുൽ ഗാന്ധിക്ക് നേരെ പ്രയോഗിച്ചപ്പോഴാണ് ബിർള വിവരമറിഞ്ഞത്. ഒറ്റയടിക്ക് ഒരു സമ്മേളനത്തിൽ 146 പേരെ സസ്പെൻഡ് ചെയ്ത് കുപ്രസിദ്ധി നേടിയ ബിർളയ്ക്ക് അതൊക്കെ തന്നെ ഇത്തവണയും നടത്താമെന്ന മോഹമായിരുന്നു ഉണ്ടായിരുന്നത്. രാഹുൽ പ്രസംഗിച്ചു കൊണ്ടിരിക്കെ പഴയ സൂക്കേട് പുറത്തെടുത്ത ബിർള മൈക്ക് ഓഫാക്കാൻ നിർദ്ദേശം കൊടുത്തു. രാഹുൽ ഇപ്പോഴും വെറും ഒരു MP മാത്രമാണെന്ന ചിന്തയിലാണ് മൈക്ക് ഓഫാക്കിയത്. രാഹുൽ പ്രതിപക്ഷ നേതാവായി തന്നെ അധ്യക്ഷ പീഠത്തിൽ കുടിയിരുത്തിയതൊക്കെ ബിർള മറന്നുപോയിരുന്നു. അധികം വൈകാതെ പ്രതിപക്ഷ ബെഞ്ചുകളുടെ പ്രതിഷേധ കൊടുങ്കാറ്റ് സഭയിൽ ആഞ്ഞു വീശിയതോടെ ബിർളയ്ക്ക് ബോധം വീണു. പിന്നെ തടി രക്ഷപ്പെടുത്താനായി അടുത്ത ശ്രമം. മൈക്കിന്റെ സ്വിച്ച് തന്റെ പക്കലല്ലെന്നും ആരാണ് ഓഫാക്കിയതെന്ന് അറിയില്ല എന്നുമൊക്കെ പൊട്ടൻ കളിച്ചെങ്കിലും 3ാം മോദി സർക്കാരിന് അപ്പോഴേക്കും മൈക്ക് ഓഫ് സർക്കാർ എന്ന പേര് വാങ്ങിക്കൊടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. പ്രതിപക്ഷ നേതാവ് സംസാരിക്കാൻ എഴുന്നേറ്റാൽ ഏറ്റവും മുന്തിയ പരിഗണനയും യഥേഷ്ടം സമയവും അനുവദിക്കണമെന്ന പാർലമെന്ററി കീഴ്വഴക്കം കഴിഞ്ഞ 5 വർഷവും പാലിക്കേണ്ടി വന്നിട്ടില്ലാത്ത ഓം ബിർളയ്ക്ക് പാർലമെന്ററി നടപടിക്രമങ്ങളെക്കുറിച്ച് നല്ല ഒരു പാഠമാണ് രാഹുലിന്റെ മൈക്ക് ഓഫാക്കിയതിലൂടെ ലഭിച്ചത്. ഇനി രാഹുൽ സംസാരിക്കാൻ എഴുന്നേറ്റാൽ മൈക്ക് ഓഫാക്കാൻ ഓപ്പറേറ്റർക്ക് നിർദ്ദേശം കൊടുക്കാൻ ബിർളയുടെ കൈയൊന്ന് വിറയ്ക്കും. അമ്മാതിരി പണിയാണ് ഇത്തവണ കിട്ടിയത്. ഭംഗിയായി സഭ നടത്തുകയെന്നാൽ ജനങ്ങളുടെ ശബ്ദം സഭയിൽ മുഴക്കാൻ പ്രതിപക്ഷത്തിന് അവസരം നൽകുക എന്നാണ് അർത്ഥമെന്ന് തൊട്ട് തലേ ദിവസം രാഹുൽ പഠിപ്പിച്ച പാഠം പഠിക്കാതെ പിറ്റേന്ന് വന്നിരുന്നതാണ് ബിർളയ്ക്ക് വിനയായത്. അംബാനെ ശ്രദ്ധിക്കണ്ടേ എന്ന് സഭയിൽ പ്രതിപക്ഷം ആരവം ഉയർത്തിയപ്പോൾ ഇനി ശ്രദ്ധിക്കാമെന്ന് പറയുന്നതായിരുന്നു ബബ്ബ അടിച്ച് രക്ഷപ്പെട്ട ബിർളയുടെ മുഖഭാവവും ശരീരഭാഷയും സൻസദ് ടിവിയിലൂടെ ലോകത്തോട് വിളിച്ചു പറഞ്ഞത്. സഭയിൽ വരുന്നതിൽ ഒട്ടും താല്പര്യമില്ലാത്ത നരേന്ദ്രമോദിക്കും കൂടിയുള്ള ഒരു താക്കീതാണ് പ്രതിപക്ഷം ഇന്നലെ കൊടുത്തത്. സഭയിൽ വന്ന് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ നിർബന്ധിതനാവുന്ന നരേന്ദ്രമോദിയെ ഇനി നമുക്ക് കാണാം എന്ന സന്ദേശവും അതിലുണ്ട്. ഒരു കാര്യം വ്യക്തമാണ്, മൈക്ക് ഓഫ് സർക്കാരിന് ഇനിയും ഇങ്ങനെ തുടരാനാവില്ലെന്ന്.